Welcome to BSc Main Physics Classical Mechanics paper, Semester 4, class number 44. Special theory of relativity we are seeing today, Michelson-Morley experiment. Michelson-Morley experiment, that is the topic of discussion today. Semester 4, BSc Main Physics. So what is Michelson-Morley experiment? And this is the very important experiment, one of the historical experiments to determine the presence of ether. So Michelson-Morley experiment, search for universal frame of reference. Search for universal frame of reference. This experiment was first performed in 1881 by Michelson and later repeated by Michelson and Morley in 1887. It was designed to detect the presence of ether and to measure the variation of velocity of light due to the motion of ether medium or the experimenter with the direction of propagation of light. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈതറിനെ പറ്റി പറഞ്ഞിരുന്നു. ഈതർ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ മീഡിയം അത് ഉണ്ട് എന്നുള്ളതാണ് ഈ വേവ് തിയറിയുടെ കൺസെപ്റ്റ്. പക്ഷെ അത്തരൊരു മീഡിയത്തിൻ്റെ പ്രസൻസ് അതൊരു ഇനിഷ്യൽ ഫ്രെയിം ആണോ? അങ്ങനൊരു മീഡിയം ഉണ്ടോ? ഒരു ഇനിഷ്യൽ ഫ്രെയിം ഈതറുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ പറ്റുമോ? ഈതറിൻ്റെ എക്സിസ്റ്റൻസ് അത് കണ്ടുപിടിക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു മൈക്കൽസൺ-മോർലി എക്സ്പെരിമെൻറ്റ്. അതുകൊണ്ടാണ് ഹെഡിങ് അങ്ങനെ എഴുതിയത്, സെർച്ച് ഫോർ യൂണിവേഴ്സൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇവിടെ യൂണിവേഴ്സൽ ഫ്രെയിമായിട്ട് വരുന്നത് ഈതറാണ്. ആ ഈതർ എന്ന് പറയുന്നൊരു മാധ്യമം ഉണ്ടോ എന്നുള്ളതിൻ്റെ അന്വേഷണം അത് നടത്തിയത് മൈക്കൽസൺ-മോർലിയും കൂടിയാണ്. മൈക്കൽസൺ തനിച്ച് 1881 പരീക്ഷണം ചെയ്യും. പിന്നെ മൈക്കൽസൺ-മോർലി ഒരുമിച്ച് 1887 റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട ഒരു ശ്രമം, ഒരു പരീക്ഷണം ആണ് മൈക്കൽസൺ-മോർലി എക്സ്പെരിമെൻറ്റ്. ഇത് മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്, അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ പരീക്ഷണം ആവർത്തിച്ചത്. വർഷങ്ങളുടെ ദൈർഘ്യമുള്ള ഒരു പരീക്ഷണം, ഈതർ എന്ന് പറയുന്ന ആ മാധ്യമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണം. അപ്പോൾ ആ പരീക്ഷണത്തിലേക്ക് കിടക്കുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റ് എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നിന് കേൾക്കുക. മൈക്കൽസൺ-മോർലി എക്സ്പെരിമെൻറ്റ്, എം എക്സ്പെരിമെൻറ്റ്, search for universal frame of reference, search for ether. This experiment was first performed in 1881 by Michelson and later repeated by Michelson and Morley. You note the spelling of Morley, M-O-R-L-E-Y, and also Michelson, M-I-C-H-E-L-S-O-N, A-L അല്ല E-L-S-O-N, M-I-C-H-E-L-S-O-N, Michelson and Morley in 1887. It was designed to detect the presence of ether and to measure the variation of velocity of light due to the motion of either medium or the experimenter. ഈതറിൻ്റെ ചലനം മൂലം അല്ലെങ്കിൽ പരീക്ഷണം ചെയ്യുന്ന ആളിൻ്റെ ചലനം മൂലം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ വെലോസിറ്റിക്ക്, ലൈറ്റ് സ്പീഡിന്, അത് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു ഈ മൈക്കൽസൺ-മോർലി എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ മൈക്കൽസൺ-മോർലി എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു സ്വിമ്മിങ് അനാളജി ഉണ്ട്, അനലോഗി എന്ന് പറയാം. അനലോഗി ഒരു സാമ്യ പഠനം, താരതമ്യ പഠനം, സ്വിമ്മിങ് അനാളജി. അനാളജി എന്ന് ചിലർ വായിക്കാറുണ്ട്, അനലോഗി എന്നാണ് അതിൻ്റെ ശരിക്കും ഉച്ചാരണം. സ്വിമ്മിങ് അനാളജി, ANALOGY. അനാളജി എന്ന് പറഞ്ഞാൽ ഒരു താരതമ്യ പഠനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാമ്യം, അനാളജി, അനലോഗി. അപ്പം ഇവിടെ ആദ്യം ഒരു സെറ്റ് പടം കാണിക്കുകയാണ്, വീണ്ടും ഒരു സെറ്റ് ചിത്രം കൂടി കാണിക്കും. ഈ പടം എന്താണെന്ന് നോക്കുക. ഇതൊരു സ്വിമ്മിങ് അനാളജിയാണ്. സ്വിമ്മിങ് അനാളജി, രണ്ട് നീന്തൽക്കാർ ഒരു നദി നീന്തുന്നതിൻ്റെ, ഒരു റിവർ സ്വിം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ പടങ്ങൾ കാണിക്കുന്നത്. ഇപ്പം നദിയെ നമ്മൾ ഈതറിനോടാണ് സങ്കല്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ആ ഫിഗർ 7 നമ്മൾ നദിയുടെ 2 പെർപെൻഡിക്കുലർ ലെങ്തുകൾ, ഈക്വൽ ലെങ്തുകളൊക്കെയാണ്. ഒന്ന് നദിക്ക് പാരലായിട്ട്, റിവറിന് പാരലായിട്ട്, അതാണ് PQ കാണിക്കുന്നത്. മറ്റേത് റിവറിന് പെർപെൻഡിക്കുലറായിട്ട്
പി ആർ കാണിക്കും. 2 ലെങ്ത് എല്ലാണ്. റിവർ വലത്തോട്ടാണ് ഒഴുകുന്നത്. ആ റിവർ ഫ്ലോ വെലോസിറ്റി വി ആയിട്ട് കാണിക്കുകയാണ്. ഒരു സ്വിമ്മറിൻ്റെ വെലോസിറ്റി സി ആയിട്ട് കാണിക്കുകയാണ്. അപ്പം നദിയിലൂടെ ഒരു സ്വിമ്മർ നീന്തുന്നത് സ്വിം ചെയ്യുന്നത് സി വെലോസിറ്റിയിലും പിന്നെ റിവർ ഒഴുകുന്നത് വി വെലോസിറ്റി എന്ന് കാണിക്കുക. അപ്പോൾ രണ്ടാമത്തെ പടം ബി എന്നുള്ള ഫിഗർ നോക്കുക. ബി എന്നുള്ള ഫിഗർ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർവേഡ് ജേർണി എലോങ് പി ക്യു. സ്വിമ്മർ സി വേഗത്തിൽ നദിയുടെ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തുകയാണ്. എത്ര ദൂരം? എൽ ദൂരം നീന്തുകയാണ്. അപ്പോൾ അവിടെ 2 വെലോസിറ്റി മുകളിൽ കാണിച്ചിട്ടുണ്ട്. സി വെലോസിറ്റി ഓഫ് സ്വിമ്മർ, വി വെലോസിറ്റി ഓഫ് റിവർ, 2 ഒരേ ദിശയിലാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി ആയിട്ട് നമ്മൾ C+V കാണിക്കും. നമ്മൾ വെക്ടർ പഠിക്കുന്നതാണല്ലോ. 2 വെലോസിറ്റി വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് C+V ആണ്. അപ്പോൾ C+V എന്നുള്ള റിസൾട്ടൻ്റ് വാല്യൂ നമ്മൾ താഴെ കാണിക്കും. ആ ഫിഗറിനെ ഫോർവേഡ് ജേർണിയിലൊക്കെ പി ക്യു എന്ന് പറയും. അടുത്ത പടം നോക്കുക. സ്വിമ്മർ നേരെ എതിര് നീന്തും. അവിടെ ആ ക്യൂവിലെത്തിയിട്ട് ഓപ്പോസിറ്റായിട്ട് നീന്തുകയാണ്. പിയിൽ നിന്ന് ക്യൂ വരെ സ്വിം ചെയ്തിട്ട് പിന്നെ ഓപ്പോസിറ്റായിട്ട് സ്വിം ചെയ്യുകയാണ്. അപ്പോഴും റിവറിൻ്റെ ഫ്ലോയ്ക്ക് മാറ്റില്ല. റിവർ ഫ്ലോ സെയിം ഡയറക്ഷനിൽ ആയിരിക്കും. അപ്പോൾ ഈ 2 വെലോസിറ്റി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിന് റിസൾട്ടൻ്റ് ആയിട്ട് നമ്മൾ താഴെ C-V എന്ന് കാണിക്കും. C-V അതിൻ്റെ സബ് ടൈറ്റിലാണ് റിവേഴ്സ് ജേർണി എലോങ് പി ക്യു. അപ്പോൾ ഒരു സ്വിമ്മർ പിയിൽ നിന്ന് ക്യൂവിലേക്കും ക്യൂവിൽ നിന്ന് പിയിലേക്കും സ്വിം ചെയ്യുന്നതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഫിഗർ ബിയിലും ഫിഗർ സിയിലുമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫിഗർ ബിയിൽ റിസൾട്ടൻ്റ് സ്പീഡ് C+V ആണ്. ഫിഗർ സിയിൽ റിസൾട്ടൻ്റ് സ്പീഡ് C-V ആണ്. അപ്പോൾ നോക്കുക, അത് പി ക്യു മോഷൻ മാത്രമാണ് ഇത്രയും ചിത്രീകരിച്ചത്. പി ക്യു എന്നുള്ള മോഷനാണ് ഈ ഫിഗേഴ്സ് ബിയും സിയും കൊണ്ട് ചിത്രീകരിച്ചത്. നമ്മൾ പി ആർ മോഷൻ എടുത്തിട്ടില്ല. നദിക്ക് കുറുകെയുള്ള സ്വിമ്മിങ് നമ്മൾ എടുത്തില്ല. അത് അടുത്ത പടത്തിലാണ് പറയുന്നത്. ഇത് നദിക്ക് കുറുകെയുള്ള സ്വിമ്മിങ് ആണ്. പി ആറിലൂടെ സ്വിമ്മിങ് ആണ്. ഒരു സ്വിമ്മർ ആദ്യം പി ആറിലേക്ക് സ്വിം ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ആലെത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പിയിലേക്ക് സ്വിം ചെയ്യുന്നു. ഈ പി ആർ എന്നുള്ള ദൂരം ഇല്ലാണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നദി വലത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ വി വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ ആറിലെത്താൻ ഇയാൾ സ്വിം ചെയ്താൽ ഇയാൾ നദി വലിച്ചുകൊണ്ട് പോകും, റൈറ്റിലേക്ക് വലിച്ചുകൊണ്ട് പോകും. അപ്പം അത് കണക്കിലെടുത്ത് ഇയാൾ ലെഫ്റ്റിലേക്ക് നീന്തിയെങ്കിൽ മാത്രമേ അപ്പുറത്ത് ചെല്ലുമ്പോൾ ആറിലെത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ആ ഫിഗർ ഡി നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ഫോർവേഡ് ജേർണിയിലൊക്കെ പി ആർ ആണ്. അപ്പം പി ആർ സ്വിം ചെയ്യണമെങ്കിൽ പിയിൽ നിന്ന് ആറിലേക്ക് സ്വിം ചെയ്യണമെങ്കിൽ നദിക്ക് കുറുകെ എൽ ദൂരമുള്ള ഒരു പോയിൻ്റാണ് 6. അപ്പോൾ പി ആർ സ്വിം ചെയ്യണമെങ്കിൽ ആറിലെത്തണമെങ്കിൽ നേരെ സ്വിം ചെയ്താൽ ചെല്ലത്തില്ല. നേരെ സ്വിം ചെയ്ത് കഴിഞ്ഞാൽ നദി വലിച്ചുകൊണ്ട് അയാളെ കൊണ്ടുപോകും റൈറ്റിലേക്ക്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അയാൾ കുറച്ച് ലെഫ്റ്റിലേക്ക് ചരിച്ച് നീന്തണം സി വേഗത്തിൽ. അങ്ങനെ നീന്തി ചെല്ലുമ്പോൾ അപ്പുറത്തെത്തുമ്പോൾ ഈ നദി വലിച്ചുകൊണ്ട് പോകുന്ന കാരണം അയാൾ ആറിലെത്തും. അപ്പോൾ ഈ മോഷനിൽ നമ്മൾ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്ത രീതിയാണ് സ്വിമ്മറുടെ സ്പീഡ് C, റിവർ വെലോസിറ്റി V. അപ്പോൾ റിസൾട്ടൻ്റ് നമ്മൾ വെക്ടർ അഡീഷൻ വെച്ച് പറയുമല്ലോ. ന്യൂമറിക്കൽ വാല്യൂ പറയുകയാണെങ്കിൽ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെ പി ആർ എന്നുള്ള ദൂരം √C² - V² എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഫോർവേഡ് ജേർണി എലോങ് പി ആർ എന്ന് പറയും. ഫോർവേഡ് ജേർണി എലോങ് പി ആർ. ഇനി നോക്കൂ, ബാക്ക്വേർഡ് ജേർണി എലോങ് പി ആർ. തിരിച്ചയാൾ നീന്തുമ്പോൾ ആറിൽ നിന്ന് ബിയിലേക്ക് നീന്തുമ്പോൾ നേരെ നീന്തിയാൽ അയാളെ നദി വീണ്ടും റൈറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് പരിഗണിച്ച് ഇയാൾ അല്പം ലെഫ്റ്റിലേക്ക് ചരിഞ്ഞ് നീന്തണം സി വേഗത്തിൽ. അങ്ങനെ നീന്തി ഇപ്പുറത്തെത്തുമ്പോൾ ഈ നദിയുടെ ആ ഫോർവേഡ് വെലോസിറ്റി ഉള്ളത് കാരണം ഇയാളെ വലിച്ച് പിയിൽ കൊണ്ടുവരും. അപ്പം പിയിലെത്താൻ ആറിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ആ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞ് നീന്തണം സി വേഗത്തിൽ. അപ്പോൾ താഴെ റിവറിൻ്റെ സ്പീഡ് V തന്നെയാണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ വെലോസിറ്റി ആയിട്ട് വരുന്നത് ഇവിടെ നമ്മൾ ഈ വെക്ടർ അഡീഷൻ കൊടുക്കുമ്പോൾ RP ദൂരം √C² - V² ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് സ്വിമ്മറിൻ്റെ കാര്യമാണ്. ഈ പി ആറിൽ സ്വിം ചെയ്ത സെക്കൻഡ് സ്വിമ്മർ നമ്മൾ കഴിഞ്ഞ പടത്തിൽ പറഞ്ഞ ഫസ്റ്റ് സ്വിമ്മറാണ്. അപ്പോൾ സെക്കൻഡ് സ്വിമ്മർ പിയിൽ നിന്ന് ആറിലേക്ക് നീന്തിയാലും ആറിൽ നിന്ന് പിയിലേക്ക് നീന്തിയാലും
അയാളുടെ വെലോസിറ്റി റിസൾട്ടൻ്റ് √(c²-b²) ആയിരിക്കും. ഡിസ്റ്റൻസ് PR എന്നുള്ളത് L ആണെന്ന് ഓർക്കണം. ഇനിയാണ് നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പം ഇത്തരം നീന്തലിൽ ആര് ജയിക്കുമോ നമ്മുടെ ചോദ്യം ഇതാണ്. അപ്പം എന്താണ് പറയാൻ പോകണമെന്ന് മുൻകൂട്ടി പറഞ്ഞേക്കാം. അപ്പോൾ ആ സംശയം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നോക്കിക്കേ, ഈ നദി വലത്തോട്ട് ഒഴുകുന്നു. PQ ഡയറക്ഷൻ. ഒരു സ്വിമ്മർ പിയിൽ നിന്ന് ക്യൂവിലേക്ക് C വേഗത്തിലും തിരിച്ചും പിയിൽ നിന്ന് ക്യൂവിലേക്ക് സ്വിം ചെയ്യും. അയാളുടെ സ്പീഡ് C ആണ്, റിവറിൻ്റെ സ്പീഡ് V ആണ്. ഇപ്പോൾ റിസൾട്ട് കാണണമല്ലോ. അപ്പോൾ ഒന്നാമത്തെ സ്വിമ്മർ പിയിൽ നിന്ന് ക്യൂവിലേക്ക് സ്വിം ചെയ്യും, തിരിച്ചും സ്വിം ചെയ്യും, പിയിലെത്തും. L ദൂരം മുന്നോട്ടും L ദൂരം പുറകോട്ടും. രണ്ടാമത്തെ സ്വിമ്മർ നദിക്ക് കുറുകെ ഒഴുക്കിന് പെർപെൻഡിക്കുലറായിട്ട് L ദൂരം സ്വിം ചെയ്യും, തിരിച്ച് സ്വിം ചെയ്യും. അപ്പോൾ രണ്ടുപേരും ഈക്വൽ ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഒരാൾ നദിക്ക് ആദ്യം അനുകൂലമായിട്ടും തിരിച്ചും, അതാണ് PQ കാണിക്കുന്നത്. മറ്റേയാൾ നദിക്ക് കുറുകെ തിരിച്ചും, ആ ദൂരം L തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഈക്വൽ ഡിസ്റ്റൻസാണ് സ്വിം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു സ്വിമ്മിങ് റേസിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത്തരമൊരു സ്വിമ്മിങ് റേസിൽ ആര് വിജയിക്കും? നമ്മൾ പറയുന്നത് സെക്കൻഡ് സ്വിമ്മർ വിൻസ് ദ റേസ് എന്നാണ് പറയുന്നത്. ഈ മത്സരം ജയിക്കുന്നത് രണ്ടാമത്തെ ആളായിരിക്കും. അതായത് PR സ്വിം ചെയ്തിട്ട് തിരിച്ചു വരുന്ന ആളാണ് ഈ സ്വിം ജയിക്കുന്നത്, ഈ സ്വിമ്മിങ് കോമ്പറ്റീഷൻ ജയിക്കുന്നത്. അയാളാണ് കുറച്ച് സമയം എടുക്കുന്നത്. കുറച്ച് സമയം എടുക്കുന്ന ആളാണ് ജയിക്കുന്നത്. അപ്പോൾ നോക്കുക, ഒരാൾ PQവിലേക്ക് നദിക്ക് അനുകൂലമായിട്ടും തിരിച്ചും, മറ്റൊരാൾ നദിക്ക് കുറുകെ തിരിച്ചും, രണ്ടുപേരും തുല്യ ദൂരങ്ങളാണ് സ്വിം ചെയ്യുന്നത്. ആര് ജയിക്കും? സെക്കൻഡ് സ്വിമ്മർ ജയിക്കും. സെക്കൻഡ് സ്വിമ്മർ വിൻസ് ദ റേസ്. അയാളാണ് കുറച്ച് സമയം എടുക്കുന്നത്. ആ കുറച്ച് സമയമാണ് ഈ സെക്കൻഡ് സ്വിമ്മർ എടുക്കുന്നത്. എങ്ങനെയെന്നത് നമ്മളൊരു കാൽക്കുലേഷൻ കാണിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ പറയുന്നത് മോഷനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. The theory of Michelson-Morley experiment can be explained by the swimming analogy. Imagine two equally fast swimmers swimming equal distance in two mutually perpendicular directions in still water. In still water, obviously they take the same time. If the river is not still, the time taken will be different, and second swimmer along PR wins the race. This can be explained as follows. ഒരു രണ്ട് ഈക്വലി ഫാസ്റ്റ് സ്വിമ്മേഴ്സാണ്. രണ്ടുപേര് നീന്തുന്നുണ്ട് സ്റ്റിൽ വാട്ടറിൽ. അവർ നീന്തുകയാണെങ്കിൽ ഒരാൾ PQവിലും ഒരാൾ PR നീന്തിയാൽ സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ, നദിക്ക് ഒഴുക്കില്ല എങ്കിൽ രണ്ടുപേരും ഒപ്പം തിരിച്ച് എത്തും. രണ്ടുപേരും ഈക്വലി ഫാസ്റ്റാണ്. നേരെ മറിച്ച് നദി V വേഗത്തിൽ വലത്തൊരു ഒഴുകുകയാണെങ്കിൽ ആ സെക്കൻഡ് സ്വിമ്മർ PR സ്വിം ചെയ്ത അയാൾ ജയിക്കും. ഇതാണ് ഈ മൈക്കേൽസൺ-മോർലി എക്സ്പെരിമെൻ്റ് ഒരു തിയറിയായിട്ട് വരുന്നത്. എങ്ങനെ നമ്മൾ ഈ സ്വിമ്മിങ് അനാലജി ഈ മൈക്കേൽസൺ-മോർലിയിലേക്ക് ബന്ധിപ്പിക്കാം എന്നുള്ള അവസാനം പറയും നമ്മൾ. മനസ്സിലായ കാര്യം, സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ ആ PQവിൽ സ്വിം ചെയ്യുന്ന ആളും PR സ്വിം ചെയ്യുന്ന ആളും രണ്ടിനും ഒപ്പം തിരിച്ചെത്തും. നദി ഒഴുകിയാൽ സ്റ്റിൽ വാട്ടർ അല്ല എങ്കിൽ, നദിക്ക് ഒരു സ്പീഡുണ്ടെങ്കിൽ PR സ്വിം ചെയ്യുന്ന ആളാണ് ജയിക്കുന്നത്. അയാളാണ് പെട്ടെന്ന് വരുന്നത്, തിരിച്ചെത്തുന്നത്. ഇതെങ്ങനെ നമുക്ക് നോക്കാം. Let us see with the velocity of each swimmer. ഓരോ സ്വിമ്മറിൻ്റെ സ്പീഡ് C ആണെന്ന് വിചാരിക്കുക. ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് V the speed of river. കൺസിഡർ ടു ഈക്വൽ പാത്സ് PQ ആൻഡ് PR. രണ്ട് തുല്യ പാത്ത് വിചാരിക്കുക. PQ is parallel to river. PQ റിവറിന് പാരലാണ് ആൻഡ് PR is perpendicular to it. Let T1 be the time taken by the first swimmer to travel along PQ and return. This time is given by. അപ്പോൾ ഈ T1 ടൈമാണ് ഫസ്റ്റ് സ്വിമ്മർ പിയിൽ നിന്ന് ക്യൂവിലെത്താനും തിരിച്ച് പിയിലെത്താനും എടുക്കുന്ന സമയം എന്ന് കരുതുക. T1 ആണ് ഫസ്റ്റ് സ്വിമ്മർ പിയിൽ നിന്ന് ക്യൂവിലെത്താനും തിരിച്ച് പിയിലെത്താനും എടുക്കുന്ന സമയം എന്ന് കരുതുക. അപ്പോൾ T1 കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് ടൈം എപ്പോഴും കാണുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണല്ലോ. അപ്പോൾ വലത്തോട്ട് പോകുമ്പോൾ വെലോസിറ്റി C+V ആണ്, ഇടത്തോട്ട് വരുമ്പോൾ വെലോസിറ്റി C-V ആണ്. അപ്പോൾ ടൈം L/C+V + L/C-V. ഫോർവേഡ് ജേർണിക്കുള്ള ടൈം L/C+V.
backward journey equivalent time L by C minus V. Let us see the velocity of light. അപ്പോൾ ടൈം നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഫസ്റ്റ് ഹ്യൂമൻ എടുക്കുന്ന സമയം T1 is L by C plus V plus L by C minus V. ആദ്യം നമുക്കൊന്ന് കൂട്ടി പറയാം. C1 is equal to LCM C plus V into C minus V. അപ്പോൾ ന്യൂമറേറ്ററിൽ L into C minus V plus L into C plus V ബ്രാക്കറ്റ് മാറ്റുക. T1 is equal to LC minus LV plus LC plus LV by C square minus V square. That is T1 is 2LC by C square minus V square, equation number 1. ഇതാണ് ഫസ്റ്റ് ഹ്യൂമർ എടുക്കുന്ന ആകെ ടൈം. പി ക്യൂവിലേക്കും തിരിച്ച് പിയിലേക്കും വരാൻ ഫസ്റ്റ് ഹ്യൂമർ എടുക്കുന്ന ആകെ സമയം T1 2LC by C square minus V square ആണ്. പിന്നെ അടുത്ത പോയിന്റ് സിമിലർലി കൺസിഡർ ദി മോഷൻ ഓഫ് സെക്കൻഡ് ഹ്യൂമർ. രണ്ടാമത്തെ ഹ്യൂമറിൻ്റെ മോഷൻ വിചാരിക്കുക. ഡ്യൂറിംഗ് ദി ഫോർവേഡ് ജേർണി ഓഫ് ദി സെക്കൻഡ് ഹ്യൂമർ ഹി മേ ബി ക്യാരിഡ് ഫോർവേഡ് ബൈ ദി റിവർ ഫ്ലോ. Therefore he must swim towards a point left far and it is illustrated in the figure. അത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ സ്വിമ്മറാണ് പി ആറിലേക്ക് സ്വിം ചെയ്യേണ്ടത്, ആറിലേക്ക് പോകേണ്ടത്. നേരെ സ്വിം ചെയ്താൽ അയാളെ റിവർ വലത്തിൽ വലിച്ചു കൊണ്ടുപോകും. അപ്പം അതുകൂടി പരിഗണിച്ച് ഇയാൾ ലെഫ്റ്റിലേക്ക് അല്പം ചരിഞ്ഞ് നീന്തണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മുടെ പടത്തിൽ കാണിച്ചിരുന്നത്. അപ്പോൾ രണ്ട് കേസിലും നമ്മൾ പറഞ്ഞു, രണ്ട് കേസിലും അവിടെ ആ റിസൾട്ടിൻ്റെ വെലോസിറ്റി അയാൾ വരുന്നത് റൂട്ട് ഓഫ് C square മൈനസ് V square ആണ്. നിങ്ങൾ ആ പടം നോക്കിയാൽ മതി. ആ പടത്തിലായിട്ട് നമ്മൾ ആ രണ്ടാമത്തെ ഫിഗർ ഡിയിലും ഇയിലുമായിട്ട് കാണിച്ചിട്ടുണ്ട്. The diagram E represents the speed during his return journey. The resultant speed in both the cases is root of C square minus V square. Therefore, the time taken by the second swimmer is given by T2 is L by root of C square minus V square plus L by root of C square minus V square. അപ്പോൾ ഓരോ കേസിലും ടൈം കാണുമ്പോൾ ഒന്നാമത് L by root of C square minus V square, രണ്ടാമത് L by root of C square minus V square. അപ്പോൾ ആകെ ടൈം T2 L by root of C square minus V square plus L by root of C square minus V square. അപ്പോൾ അത് രണ്ടും കൂട്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് T2 is 2L by root of C square minus V square, equation number 2. അപ്പോൾ നമുക്ക് നേരത്തെ T1 കിട്ടി, ആ 2LC by root C square minus V square. ഇപ്പോൾ T2 കിട്ടി 2L by root of C square minus V square. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ T2 കുറവാണെന്ന് തെളിയിക്കണ്ടേ? T2 കുറവാണെന്ന് തെളിയിച്ചാലാണ് സെക്കൻഡ് സ്വിമ്മർ ഈ റേസ് വിൻ ചെയ്യുന്നത്.
അപ്പോൾ T2 കുറവാണ് എന്ന് തെളിയിക്കാനുള്ള കാൽക്കുലേഷനാണ് ഇനി പറയുന്നത്. ആ T1/T2 നമ്മളത് ഡിവൈഡ് നോക്കുക. ദാറ്റ് ഈസ് 12c/c² - v². v² മറ്റത് പറിച്ചിട്ട് കുടിക്കുകയാണ്. √c² - v²/12 ക്യാൻസൽ ചെയ്തിട്ട് c/√c² - v² എന്ന് കിട്ടും. ഈ താഴെയുള്ള ആ √c² - v² നിന്ന് നമ്മൾ c പുറത്തേക്ക് എടുക്കും. റൂട്ടിനകത്ത് നിന്ന് c² പുറത്തേക്ക് വരുമ്പോൾ പുറത്ത് c വരുള്ളൂ. c പുറത്ത് വരുമ്പോൾ T1/T2 c/c × √1 - v²/c². നമ്മൾ c² ആണ് കോൺ ഫാക്ടർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ c² എടുക്കുമ്പോൾ പുറത്ത് c വരുള്ളൂ, അകത്ത് 1 - v²/c² എന്ന് കിട്ടും. c ക്യാൻസൽ ചെയ്യും. അപ്പോൾ T1/T2 1/√1 - v²/c². ഓർക്കണം, ഈ 1/√1 - v²/c² എന്നുള്ള സംഖ്യ അത് ഗാമ എന്ന് പറയാറുണ്ട്. ഗാമ 1/√1 - v²/c². നമ്മൾ തുടർന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ പല പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഏത് 1/√1 - v²/c². അതിന് ഗാമ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ T1/T2 1/√1 - v²/c². അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയും. ഈ 1/√1 - v²/c², നിങ്ങളത് ശരിക്കും വായിക്കുക. 1/√1 - v²/c² ഇക്വൽ ഗാമ. അത് ഇമ്പോർട്ടൻറ്റ് ടേം. ആ സംഖ്യ ഇപ്പോൾ v ആണെങ്കിൽ ഈ 1 അല്ല, ഈ √1 - v²/c² <1 ആയിരിക്കും. അപ്പോൾ 1/√1 - v²/c² > 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം T1/T2 > 1. T1/T2 > 1 എന്ന് എഴുതാം. അപ്പോൾ T1 > T2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ T1 > T2, T1/T2 > 1. സോ T1 > T2 T2 തിരിച്ചു പറയുമ്പോൾ നമ്മൾ ഇൻഇക്വാലിറ്റി തിരിച്ചു പറയുമ്പോൾ ഓപ്പോസിറ്റ് ആകുമല്ലോ. ദാറ്റ് ഈസ് T2 < T1. T1 > T2 ആണെങ്കിൽ അർത്ഥം എന്താണ്? T2 < T1. സെക്കൻഡ് സ്വിമ്മറിൻ്റെ ടൈം കുറവാണ്. ദിസ് ഷോസ് ദാറ്റ് സെക്കൻഡ് സ്വിമ്മർ ടേക്സ് ലെസ് ടൈം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്വിമ്മർ വിൻസ് ദ റേസ്. അപ്പോൾ സെക്കൻഡ് സ്വിമ്മർ കുറവ് സമയമാണ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് ഈ പറഞ്ഞത്. സെക്കൻഡ് സ്വിമ്മർ വിൻസ് ദ റേസ്. ഇനി ഈ റിവർ സ്റ്റില്ലാണെങ്കിൽ ഈ രണ്ട് സമയം ഒരുപോലെ കാണിക്കാം നമുക്ക്. റിവർ സ്റ്റില്ലാണെങ്കിൽ, നദിയിൽ ഒഴുക്കില്ല എങ്കിൽ, v0 ആണെങ്കിൽ ഈ T1 ഉം T2 തുല്യമാണ്. രണ്ട് സ്വിമ്മേഴ്സ് ഒരുമിച്ച് തിരിച്ചെത്തും പിയിൽ എന്നുള്ളത് അതിന് കാൽക്കുലേഷൻ ഇത്. ഈ റിവർ സ്റ്റിൽ ദെൻ v = 0. v ആണല്ലോ റിവർ വെലോസിറ്റി. v = 0. T1/T2 1/√1 - v²/c². That is T1/T2 1/√1 - 0. v 0 ആണ്. 0/c². That is T1/T2 1 എന്ന് വരും. That is T1 is T2. അപ്പോൾ രണ്ട് സ്വിമ്മറും ഒരേ സമയം എടുക്കും, രണ്ടുപേരും ഒരുമിച്ചെത്തും റിവർ സ്റ്റില്ലാണെങ്കിൽ. ഇനിയാണൊരു പോയിന്റ്. ദ ഒപ്റ്റിക്കൽ അനാലജി ഓഫ് ദിസ് സ്വിമ്മിങ് എക്സ്പെരിമെൻറ്റ് അല്പം വിട്ടുപോയതുകൊണ്ടാണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. താഴെയുണ്ട് ദ ഒപ്റ്റിക്കൽ അനാലജി ഓഫ് ദിസ് സ്വിമ്മിങ് എക്സ്പെരിമെൻറ്റ് ഈസ് ഇവിടെ ആ സ്വിമ്മിങ്ങിൻ്റെ MA പോയിട്ടുള്ളൂ. സ്വിമ്മിങ് എക്സ്പെരിമെൻറ്റ് ഈസ് ദി മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ സ്വിമ്മിങ് അനലോഗിയുടെ ഒരു ഒപ്റ്റിക്കൽ അനലോഗ്, പ്രകാശപരമായിട്ടുള്ള ഒരു താരതമ്യമാണ് മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ്. ആ സ്വിമ്മിങ് അനാലജി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റിൽ നമ്മൾ സ്വീകരിക്കുന്നത്. മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റിൽ ഈ ഈതറിൻ്റെ സ്ഥാനത്താണ് റിവർ വരുന്നത്. ഈതറിൻ്റെ സ്ഥാനത്ത് റിവർ വരും. വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ സ്ഥാനത്ത് ആ സ്വിമ്മർ വരും. സ്വിമ്മർ. അപ്പോൾ നോക്കൂ, സ്വിമ്മിങ് എക്സ്പെരിമെൻറ്റ് ഈസ് ദി മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ്. ആ സെൻറ്റൻസ് ഒന്നിന് വായിക്കാം. നോക്കിക്കേ, ദ ഒപ്റ്റിക്കൽ അനാലജി ഓഫ് ദി എബോവ് സ്വിമ്മിങ് എക്സ്പെരിമെൻറ്റ് ഈസ് ദ മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ്. ഈ സ്വിമ്മിങ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു താരതമ്യമാണ് മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ്. മൈക്കേഴ്സൺ-മോർലി മെയ്ഡ് 2 rays of light
2 സ്വിമ്മേഴ്സിന് പകരം 2 റേസ് ഓഫ് ലൈറ്റ് ആണ് അവർ ഉപയോഗിക്കുന്നത്. 2 റേസ് ഓഫ് ലൈറ്റ് ടു കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ദി മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ 2 സ്വിമ്മർ 2 ദിശയിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ദിശയിലേക്ക് സ്വിം ചെയ്തു എന്നതിന് പകരം ഇവിടെ 2 റേസ് ഇവർ പെർപെൻഡിക്കുലർ ആയിട്ട് അയക്കും. ദ റേസ് വെയർ മൂവിങ് ഇൻ എ ഡയറക്ഷൻ ഇൻ എ സ്ട്രീം ഓഫ് ഈതറിലൂടെയാണ് പോകുന്നത് എന്ന് സങ്കല്പം. ദ റേസ് വെയർ മൂവിങ് ഇൻ എ ഡയറക്ഷൻ ഇൻ എ സ്ട്രീം ഓഫ് ഈതർ ദേ സപ്പോസ്ഡ്. അപ്പോൾ ഈതർ ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ റിവറിന് പകരം ഈതറായിട്ട് സങ്കല്പിക്കണം. സ്വിമ്മർ റേ ഓഫ് ലൈറ്റ് ഈതറിലൂടെ പോകുന്നതായിട്ട് അവർ സപ്പോസ് ചെയ്യും. ദ എക്സ്പെരിമെൻറ്റ് വാസ് carried out by an apparatus called മൈക്കിൾസൺ ഇൻറ്റർഫെറോമീറ്റർ. ഈ പരീക്ഷണം മൈക്കിൾസൺ ഇൻറ്റർഫെറോമീറ്ററിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മൈക്കിൾസൺ ഇൻറ്റർഫെറോമീറ്റർ നമ്മൾ ഒപ്റ്റിക്സിൽ പഠിക്കുന്നതാണ്. മൈക്കിൾസൺ ഇൻറ്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ആ ഫേമസ് അപ്പാരറ്റസ് വെച്ചാണ് ഈ പരീക്ഷണം ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ഈ സ്വിമ്മിങ് അനാലജിയുടെ ഒപ്റ്റിക്കൽ അനലോഗ് താരതമ്യമാണ് ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റ്. മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിൽ ഉള്ള ഈതറാണ് നമ്മുടെ സ്വിമ്മിങ് പരീക്ഷണത്തിലെ റിവർ. മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിലെ സ്പീഡ് ഓഫ് ലൈറ്റ് റേ ആണ്. പിന്നെ സ്വിമ്മിങ് പരീക്ഷണത്തിലെ സ്വിമ്മേഴ്സിൻ്റെ സ്പീഡ് സെയിം, ഇവിടെ ലൈറ്റിൻ്റെ സ്പീഡ് സെയിം. റിവറിൻ്റെ വെലോസിറ്റി വി, ഇവിടെ ഈതറിൻ്റെ വെലോസിറ്റി വി എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ തിയറി പാർട്ടായിട്ട് പറയുന്നത്. ഇനി ആക്ച്വലി പരീക്ഷണം നമ്മൾ അടുത്ത ലെക്ചറിലാണ് തീരുന്നത്. അപ്പോൾ 2 ക്ലാസ് നീളുന്ന ഒരു പരീക്ഷണമാണിത്. ഒരു ക്ലാസ് 2 ക്ലാസ് ദൈർഘ്യം വരും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട എസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യനൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. With this, our 44th lecture is over. Thank you very much.